വെൽക്കം ബാക്ക് സിനിമ വാർത്താ മലയാളം. ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആട് 3 ചിത്രത്തിൻ്റെ ക്യാരക്ടേഴ്സ് പോസ്റ്റേഴ്സ് ഇന്ന് ഓരോന്നോരോന്നായി റിവീൽ ചെയ്തു. രാവിലെ 11 മണി മുതൽ ഓരോ മണിക്കൂറും ഓരോരോ പോസ്റ്റേഴ്സായിട്ടാണ് റിവീൽ ചെയ്തത്. ടൈം ട്രാവലായി ഒടുങ്ങുന്ന ചിത്രത്തിൽ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കുന്നു ക്യാരക്ടേഴ്സ് എന്നതിനുള്ള ഒരു അടയാളമായിട്ടാണ് ഈ പോസ്റ്റേഴ്സ് എല്ലാം പുറത്തു വരികയുണ്ടായത്. ജയസൂര്യ, വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ, വിജയ് ബാബു, ഇന്ദ്രൻ, സണ്ണി വെയിൻ എന്നിവരുടെ ക്യാരക്ടേഴ്സ് പോസ്റ്റേഴ്സാണ് റിവീൽ ചെയ്തത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് 19 റിലീസ് ചെയ്യുന്നത്. പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചിത്രം കൂടിയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വലിയൊരു വിജയമാകുന്ന പ്രതീക്ഷയിലാണ് ആരാധകരും പ്രേക്ഷകരും. മമ്മൂക്ക ലാലേട്ടൻ കോംബോയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാട്രിയോട്ടിൻ്റെ ചില ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇന്ന് പുറത്തുവിടുകയുണ്ടായി. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രാജീവ് മേനോൻ എന്നിവരുടെ ക്യാരക്ടേഴ്സ് പോസ്റ്റേഴ്സാണ് പുറത്തു വന്നത്. ഏപ്രിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് പാട്രിയോട്ട്. വമ്പൻ ബഡ്ജറ്റിലും വമ്പൻ കാസ്റ്റിലും ഒരുങ്ങുന്ന ചിത്രം വലിയ വിജയമാവുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ബേസിൽ ജോസഫ് നായകനാവുന്ന പുതിയ ചിത്രം അതിരടി. ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കി ചിത്രം പാക്കപ്പ് ആയിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എൻ്റർടൈനർ ചിത്രം കൂടിയാണ് അതിരടി. ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ഈ ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മെയ് 14 ചിത്രം റിലീസ് ചെയ്യുന്നത്. അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രവിതേജ നായകനാവുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ നാളെ 10 മണിക്ക് അനൗൺസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിജയ് ദേവരകൊണ്ട നായകനാവുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിലും നാളെയാണ് അനൗൺസ്മെൻറ്റ്. അർജുൻ അശോകൻ നായകനായി എത്തിയ ചത്ത പച്ച എന്ന ചിത്രം ആദ്യ ദിവസം 7.73 കോടി രൂപയാണ് ഗ്ലോബലി കളക്ട് ചെയ്തത്. ചിത്രത്തിൽ മമ്മൂക്കയും ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ടായിരുന്നു. ചിത്രത്തിന് ഒരു മിക്സഡ് റെസ്പോൺസാണ് ഉണ്ടായത്. ചിത്രം കേരളത്തിൽ നിന്നും ആദ്യ ദിനം 3.70 കോടിയാണ് കളക്ട് ചെയ്തത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 8 കോടിയാണ് കളക്ട് ചെയ്തത്. നിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്ത് വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബേബി ഗേൾ എന്ന ചിത്രത്തിന് കേരളത്തിൽ നിന്നും ആദ്യ ദിനം 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സോണി ലൈവാണ് വാങ്ങിയിരിക്കുന്നത്. മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ കോംബോയിൽ ഒരുങ്ങുന്ന പദയാത്ര എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം തുടങ്ങിയിരിക്കുകയാണ്. ചിത്രം ഈ വർഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രം ജനുവരി 30 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നത്.